CPM CPI സംഘർഷം അനുനിമിഷം പോര് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഒരു സമവായ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലാണ് CPIയുടെ നിലപാട്. ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഗൾഫ് സന്ദർശനം കഴിഞ്ഞു വന്നപ്പോൾ ആദ്യത്തെ ഒരു ഓർഡർ അടിയന്തരമായിട്ട് AKG സെൻറ്ററിൽ യോഗം വിളിക്കുക എന്നുള്ളതാണ്. കാരണം CPM ഈ ശീതയുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. CPIയുടെ നിലപാട് അവർ കുറേ കാലങ്ങളായി ഇത് സഹിച്ചു വരുന്നു. ഈ അടിമത്ത മനോഭാവം, വലിയേട്ടൻ മനോഭാവം CPMൻ്റെ ഒരു കാരണവശാലും ഇനി നാണം കെട്ട് ഇങ്ങനെ മുന്നണിയിൽ തുടരണ്ട എന്നാണ് CPIയുടെ മന്ത്രിമാരും CPIയുടെ വിശ്വസ്തരായ അണികളുമൊക്കെ അവരോട് പറയുന്നത് എന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചാടാൻ പറ്റിയ ഒരു അവസരം CPIയെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയിരിക്കുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാഭ്യാസ നയത്തെ തളച്ചിട്ടിരിക്കുന്നു, ആ തൊഴുത്തിൽ കൊണ്ട് കെട്ടിക്കൊടുത്തിരിക്കുന്നു എന്നാണ് CPI ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIയുടെ ഇപ്പോഴുള്ള ഈ നിലപാടിന് കുറച്ചുകൂടി അപ്പർ ഹാൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കീറാമുട്ടിയായി മാറും. ഭരണം നിലനിർത്താൻ വേണ്ടി CPIയുടെ പിന്തുണയില്ലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കണു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നടപ്പ് വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് CPI വിഘടിച്ചു പോയാൽ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ CPMന് ഒരുപാട് ഇടങ്ങളിൽ മറുപടി പറയേണ്ടതായി വരും. തെരഞ്ഞെടുപ്പിനെ കാര്യമായിട്ട് ബാധിക്കും. ഇത് പിണറായി വിജയൻ ഒരു കീറാമുട്ടി തന്നെയാണ്. എന്ത് തരത്തിലുള്ള ഒരു ചർച്ച സമവാക്യം ആണ് ഇതിൽ ഉരുത്തിരിയാൻ സാധ്യത? CPIയുടെ നിലപാട് കൊണ്ട് ഒരു സമവായം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം ആ സമവായത്തിന് പ്രസക്തിയില്ല. കാരണം ഒപ്പിട്ട് പോയ കാര്യമാണ്. യു ആർ ഡൺ, ഐ ആം സോറി എന്ന് പറയുന്നവരെ മാത്രമേ ഇവിടെ ഖേദം പ്രകടിപ്പിക്കാൻ പിണറായിക്ക് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അതിന് പോലും പിണറായിക്ക് തയ്യാറാകേണ്ടി വന്നാൽ ആ രീതിയിലൊരു ഗസ്റ്ററിന് പോലും പിണറായി CPIയോട് ഒരു ക്ഷമാപണ രൂപത്തിൽ ഈ കാര്യം പരിഹരിക്കാം, അല്ലെ ഞങ്ങൾ അതുപോലൊന്നും അവർ പറയുന്നത് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പിണറായിയെ പറ്റി കെട്ടിപ്പൊക്കിയ ഒരു ഇമേജുണ്ട്. ഇവിടുത്തെ ചാനലുകാർ, റിപ്പോർട്ടർ ചാനൽ, അങ്ങനെയുള്ള ചാനലുകാരെല്ലാം കൂടെ ചേർന്ന് കെട്ടിപ്പൊക്കി ബുദ്ധിജീവികളെല്ലാം കൂടെ ഇരട്ടച്ചങ്കൻ, ആർക്കും വഴങ്ങാത്തവൻ, നിശ്ചയദാർഢ്യമുള്ളവൻ, ഇങ്ങനെ ഒത്തിരി നിലപാടുകളിലെ നമ്മുടെ രാജകുമാരൻ സ്വരാജിനെ പറ്റി പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു മഹാരാജകുമാരൻ പിണറായിയെ പറ്റി പറയുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവരുടെ മുമ്പിൽ പിണറായി വിജയൻ വളരെ ചെറുതാവും. അപ്പോൾ പിണറായി വിജയന് ഇവിടെ എന്തിനാണ് ഈ കരാർ ഒപ്പിടാൻ പോയത് എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. ഇത്ര തിടുക്കപ്പെട്ട് ഈ കരാർ ഒപ്പിടാൻ പോയെന്നുള്ള തിടുക്കാണ്. ഈ കരാർ മുഖാന്തരം ഇനി ബാക്കി 2 വർഷത്തെ പണം സർവശിക്ഷാ അഭിയാൻ്റെയും വിദ്യാഭ്യാസ രംഗത്തും മുടക്കാനുള്ള പൈസ, ഈ പരിപാടിക്ക് PMC പരിപാടിയുടെ പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷം കിട്ടേണ്ടിയിരുന്ന തുക മുടക്കേണ്ടി ഉത്തരവാദി പറയും. ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യനാണ്. ഈ 2 വർഷം കിട്ടുന്ന പൈസയുണ്ട്, അപ്പോൾ 3 വർഷം നേരത്തെ കിട്ടണമായിരുന്നു. ഇത്രയും നാൾ ഒപ്പിടാതെ ഡിലേ ചെയ്തതുകൊണ്ട് ഈ പൈസ കേരളത്തിൽ നഷ്ടപ്പെടുത്തി തരാം. അതെന്തിനു വേണ്ടിയായിരുന്നുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? നഷ്ടപ്പെടുത്തിയതിന് ഉത്തരവാദിത്വം ഒരാളുണ്ട്. അതാരാ? ഇത് ഒപ്പിട്ട ഒരാൾക്ക് ഈ ശിവൻകുട്ടിക്ക് ഒപ്പിടാമായിരുന്നെങ്കിൽ ഇത് 3 വർഷം മുമ്പാകാമായിരുന്നു. അന്നുകൊണ്ട് നമുക്ക് പൈസ കിട്ടിയതിന് ഇഷ്ടംപോലെ സ്കൂളുകളിലൂടെ ആ രീതിയിലുള്ള സ്കൂളുകൾ ഡെവലപ്പ് ചെയ്തതിന് ആ അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട കമ്പ്യൂട്ടറിനെതിരായി സമരം ചെയ്ത പോലെ അത്രയും വർഷത്തെ ഈ 3 വർഷത്തെ കേരളത്തെ പിന്നോട്ട് വലിച്ചതില്ല, വിദ്യാഭ്യാസ രംഗത്തെ പിന്നോട്ട് വലിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിണറായി വിജയന് മാറിക്കാൻ പറ്റില്ല എന്ന് തന്നെയല്ല, SFI അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളെ, സംഘടനകളെ നിരത്തിലിറക്കി സമരം ചെയ്യിപ്പിച്ചു, അടിയും കൊള്ളിച്ചു. അതായത് ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ ഒളിച്ചു കിടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഹിന്ദുവൽക്കരണം, കാവ്യവൽക്കരണം സമ്മതിക്കില്ല, കച്ചവടവൽക്കരണം സമ്മതിക്കില്ല, ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭരണം തീരാൻ കേവലം 8 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണോ ഈ വികസന പദ്ധതി ആലോചിച്ചത്? അവിടെ 8 മാസത്തേക്ക് ഇതിനു വേണ്ടി ഇത് കുരുതി കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ പറയണമായിരുന്നു ഞങ്ങളന്ന് നിലപാട് 3 വർഷം മുമ്പ് ഞങ്ങൾ എടുത്ത, ഇപ്പോൾ കമ്പ്യൂട്ടർ സ്റ്റേഷനായിരുന്നു, ഇപ്പം പറയുന്നുണ്ട്, കുറേശ്ശെ പറയുന്നുണ്ട്, അന്നെടുത്ത നിലപാട് തെറ്റായിരുന്നു. അതിന് പറയേണ്ട CPIയുടെ അന്വേഷണം പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ സംസ്ഥാപന പിണറായി വിജയൻ പറയണം. തീർച്ചയായും. നോക്കൂ സാറേ, എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ആദ്യം കൊടി പിടിച്ച ഒരു പ്രസ്ഥാനമാണത്. കമ്പ്യൂട്ടർ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകളുടെ തൊഴിൽ സാധ്യത നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ചെങ്കുടി പിടിച്ച ആളുകൾ ഇന്ന് AKG സെൻറ്ററിൽ എത്ര കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്?
അല്ല അത് അത്തരം മാറ്റങ്ങൾ ഇവർ പറയും. അന്നത്തെ കാലം മാറി, അന്നത്തെ സ്ഥിതി എല്ലാവരും അതിനൊക്കെ ന്യായീകരണം. കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. കാലത്തിന് മുമ്പേ പറക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകൻ ഭാവനയുള്ളവർ. അതെ, ആ വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷൻ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഒരു വിഷൻ ഉള്ളവരാണ് അങ്ങനെ എടുക്കുള്ളൂ നടപടി. അതെ, ലോകത്തിന്റെ നടപ്പ് എങ്ങനെയാണ്, ലോകം എങ്ങോട്ട് കുതിക്കുന്നു, അതെ, ഈ ഇല്ലെങ്കിൽ ഈ കുതിപ്പിനനുസൃതമായിട്ട് കേരളം ഒപ്പം കൈകോർത്ത് നിന്ന് മുന്നോട്ട് പോകണം. നമ്മുടെ യുവതയെ അങ്ങോട്ട് നയിക്കണം. ഇതാണ് നമുക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭാവന ശേഷി ഇല്ലാത്തവൻ ഏത് തരത്തിലുള്ള ഭരണാധികാരിയാവും. അങ്ങനെയുള്ള വിഷൻ ഉള്ളത് കൊണ്ടാണ് മറ്റേ നമ്മുടെ അബ്ദുൽ കലാമിനെ നമ്മൾ പ്രതിഭ അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്നതിന്റെ കാരണം തന്നെ അങ്ങനെ ഒരു വിഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ശശി തരൂരിനെ നമ്മൾ ബഹുമാനിക്കുന്നതിന്റെ ഒരു കാരണം അങ്ങനെ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അങ്ങനെ സാമ്പത്തിക നയം പറയുന്നതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ കുറച്ച് വിഷനുണ്ട്. രാജ്യത്തെക്കുറിച്ച്, ചെറുപ്പക്കാരെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് വിഷനുണ്ട്. വിഷൻ ഇല്ലാത്തവർ യാന്ത്രികമായി മാത്രം പ്രവർത്തിക്കാൻ അറിയാവുന്നവർ വരുമ്പോൾ ഈ ജീർണതയാണ് അടുത്ത ഫലം. അല്ല, അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കേരളത്തിലടക്കമുള്ള ഒരു യുവത കേരളം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ വ്യവസായ സൗഹൃദ സംരംഭത്തിന് പറ്റിയ സംസ്ഥാനമാണെന്ന് പറയുന്നത് വിദ്യാഭ്യാസം പണ്ടത്തേക്കാൾ മിച്ചമായി ഇവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പുരോഗമനപരമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ യുവത നാട് കിടക്കുകയാണ്. അല്ല, അത് വേറെ വിഷയം. ആ യുവത എങ്ങനെ നാട് കിടന്നില്ലായിരുന്നെങ്കിൽ പിണറായി വിജയനെ പോലുള്ളവരുടെ ഭരണമാനം തുടർന്നിരുന്നെങ്കിൽ കേരളം പിച്ചതുണ്ടുമായിരുന്നു. കാരണം കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ NRI സമ്പത്താണ്. വിദേശത്തു നിന്ന് അവിടെ അവർ പോയി പാത്രം കഴുകുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നേഴ്സിംഗ് ഹെൽത്ത് കെയറിലൊക്കെ പോയി ജോലി ചെയ്ത് കുറേ പേര് ഉയർന്ന സ്ഥലത്തിലുണ്ട്. ഗൾഫിലും യൂറോപ്പിലും പോയി ജോലി ചെയ്ത് കിട്ടി അയച്ച പൈസയാണ് ഞാനും നിങ്ങളും ഞങ്ങുന്നത്. സാറേ, അതിൽ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയട്ടെ. നമ്മളൊരു വിദേശത്തേക്ക് പോകുന്നു, വിദേശത്ത് ജോലി ചെയ്യുന്നു, NRI മണി നമുക്ക് വരുന്നു, ഒക്കെ നല്ല കാര്യം. വിദേശ നാണയം നമുക്ക് കിട്ടുന്നു, ഒക്കെ നല്ല കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. അതാണ് ഒന്നുകൂടെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതെന്ന് പറയുന്നു വിദ്യാഭ്യാസം വലിയ ആദ്യം പാസ്സാക്കി മുണ്ടശ്ശേരി മാസ്റ്റർ വിദ്യാഭ്യാസ ബില്ലൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടും കേരളം ഇപ്പോഴും ദാരിദ്ര്യത്തിലാണെങ്കിൽ, വിദ്യാഭ്യാസ രംഗത്ത് പുറകിലാണെങ്കിൽ, പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പുറകിൽ പറയുമ്പോൾ ബൗദ്ധികമായി പുറകിലാണ്. നമ്മുടെ കുട്ടികൾ ബൗദ്ധികമായി പുറകിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസ രംഗം സമ്പ്രദായത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്. പ്രശ്നം തന്നെ. കാരണം ഇവിടെ PhD കിട്ടുന്ന എങ്ങനെയാണ് ഇപ്പോൾ പരസ്യമായി കഴിയും. ഇപ്പോൾ എല്ലാവരും പറയാം എങ്ങനെയാണ് കേരളത്തിൽ ഒരു ഗവേഷകൻ ഉണ്ടാകുന്നതായിരുന്നു. അപ്പോൾ അത് CPIക്ക് അഡ്രസ് ചെയ്യേണ്ട വേറെ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊന്നും CPI വേണ്ടിയില്ല. അത് വേണ്ടിയാൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, മുസ്ലിംസിനെ സ്വാധീനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഏറെ പിടിച്ചത് മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ ഒരു ഊരാക്കൂട്ടിൽപ്പെടുത്തിയിരിക്കുകയാണ്. CPI പോയാൽ മുസ്ലിം ലീഗ് എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ അവതരിപ്പിച്ചുകൊണ്ട് ഒരു നരേറ്റീവുള്ള പൊളിയാണ്. ഈ വിഷയത്തിലാണ് CPI മാറുന്നെങ്കിൽ അങ്ങോട്ട് മുസ്ലിം ലീഗ് പോകാൻ പറ്റില്ല. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ തൊഴുത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊണ്ട് കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ആ രാഷ്ട്രീയപരമായ ഏറ്റവും നല്ല ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ് CPI ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരി വിട്ടിലായത്, CPM വിട്ടിലായത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങളെല്ലാം ബലി കഴിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തിയുടെ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിക്ക് വഴങ്ങിക്കൊണ്ട് കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കുന്നു, കച്ചവടവൽക്കരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമല്ല വലുത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് വലുതെന്ന് CPI മന്ത്രിമാർ എടുത്തു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് ഒരു അടി കൊണ്ടതിന് തുല്യമാണ്. എല്ലാ മന്ത്രിമാരും ഒരു കോർസ് പോലെ പറയുന്നു. അതെ, ഇനി പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വിനോദ വിഷയം പറ്റില്ല പുറകോട്ട് പോയാൽ. കാരണം കൂട്ടത്തിലുള്ള എല്ലാ മന്ത്രിമാരും ഞങ്ങളുടെ മന്ത്രിസ്ഥാനം ത്യജിക്കാമെന്ന് പറഞ്ഞു. അതെ, ഇന്നിപ്പോ PR അനിൽകുമാറിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കണു. ഞങ്ങൾ മന്ത്രി എന്ത് മന്ത്രി, പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ തീരുമാനത്തേക്ക് അപ്പുറത്തേക്കൊന്നുമില്ല, പാർട്ടിയുടെ പണിക്കാരൻ മാത്രമാണ് മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ വിനോദ വിഷയം പുറകോട്ട് മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പഴയ സെക്രട്ടറിമാരെ കുറെ പേരുണ്ട് അങ്ങനെ അവസാനം നിലപാട് മാറ്റം. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് കുറയ്ക്കുള്ളൂ. ആരാണ്ട് പറയുന്നത് CPI കുറയ്ക്കുള്ളൂ, കടിക്കില്ല. പക്ഷെ അത് ആ പൊസിഷനിൽ വിനോദ വിഷയത്തിന് ഇനി നിൽക്കാൻ പറ്റില്ല. അല്ല, വിനോദ വിഷയത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇത് എന്ത് ഇടതുപക്ഷമാണ്, ഇതാണ് ഇടതുപക്ഷത്തിന്റെ നയം, ഇത് ഇടതുപക്ഷ സർക്കാരാണോ എന്ന് ചോദിച്ചത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുഖത്തടിച്ചതിന് തുല്യം തന്നെയാണ്. ഇത് CPMന്റെ സമ്പന്നതരായ പല നേതാക്കൾക്കും ചൊടിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം CPIയെ പോലെ ഇപ്പോൾ ഒരു ചിറ്റമനയമുള്ളവരോട് തുടരുന്നത് അവരിങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോഴത്തെ നിലവിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ CPMന് സാധിക്കാത്തതുകൊണ്ട് ന്യായീകരണങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ CPI പറയുന്നത് ന്യായമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് മനസ്സിലാകുന്നതുകൊണ്ട് പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വിട്ടിലായിരിക്കുന്നു.
3.0 എന്ന തുടർഭരണത്തിന് വലിയൊരു അടി കിട്ടിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കണു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ വരും. ഈ ഒരു സന്ദർഭത്തിൽ CPI ഇത്തരം ഒരു തീരുമാനമെടുത്ത് പുറത്തു പോകുമ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തിലെ ഭരണത്തിന് പ്രതിസന്ധി ഇല്ലെങ്കിലും തുടർ ഭരണത്തിന് അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് ഇതിലുണ്ടാവും എന്നുള്ളത് തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. അത് വ്യക്തിപരമായി തനിക്ക് വലിയ ക്ഷീണം ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് AK സെൻറ്ററിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ യോഗത്തിലുണ്ടാവുന്ന തീരുമാനം CPI നിലവിലെടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് അവരെ പിന്നോട്ടടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്തായാലും CPI ശക്തിയായിട്ട് തന്നെ നിൽക്കുന്നു, പുറകോട്ടില്ല. ഞങ്ങൾക്ക് മന്ത്രിപ്പണിയല്ല വലുത്, ഞങ്ങളുടെ ആദർശമാണ് വലുത്. ഒരു കാരണവശാലും ഈ രാഷ്ട്രീയത്തെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഫാസിസ്റ്റുകളുടെ, വർഗീയ ഫാസിസ്റ്റുകളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഈ കൂട്ടുകച്ചവടത്തിനില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. വലിയ ഘോഷയാത്രയുടെ ആർത്തരം വീഴുന്ന ഘോഷയാത്രയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അറിയാതെ ഒന്ന് കാൽവഴി വീണു പോയാൽ വരുന്നവരെല്ലാം കയറി ചവിട്ടാൻ തുടങ്ങും. അതെ, ആ ഘോഷയാത്രയുടെ മുമ്പിൽ നിന്ന ആളായിരുന്നു പിണറായി വിജയൻ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.